ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 2025 ജാനുവരി 1 മുതൽ വൈകുന്നേരം 5:30 മുതൽ രാത്രി 8 വരെയുള്ള തിരക്കുള്ള സമയങ്ങളിൽ എമിറേറ്റ്സ് റോഡിലൂടെ ട്രക്കുകൾ നിരോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2025 ജാനുവരി 1 മുതൽ പുതിയ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. എമിറേറ്റ്സ് റോഡിൽ അൽ അവിർ സ്ട്രീറ്റിനും ഷാർജയ്ക്കും ഇടയിലുള്ള ഭാഗത്തിനെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടപടി. കണ്ണൂരിൽ ചികിത്സയിലുള്ള ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. അബുദാബിയിൽ നിന്നും എത്തിയ വയനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ദുബൈയിൽ നിന്നും എത്തിയ മറ്റൊരാൾക്കും സമാന രോഗലക്ഷണങ്ങളുണ്ട്. ഇയാളുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. നിലവിൽ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത രാജ്യത്തെ എല്ലാ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് UAE നിർബന്ധമാക്കുന്നു. ജാനുവരി 1 പദ്ധതി നിലവിൽ വരും. അബുദാബിയിലും ദുബൈയിലും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് വ്യവസ്ഥ നിലവിലുണ്ടെങ്കിലും അത് മറ്റ് എമിറേറ്റുകൾക്ക് ബാധകമായിരുന്നില്ല. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനത്തോടെ ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ എമിറേറ്റുകളിലെയും ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരൽ നിർബന്ധമായി. ആരോഗ്യ ഇൻഷുറൻസിനായി രാജ്യവ്യാപകമായി ഒരു മാനദണ്ഡം സ്ഥാപിക്കുന്നതാണ് മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. നേരത്തെ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന കാര്യം മുമ്പ് ഓരോ എമിറേറ്റിന്റെയും വിവേചനാധികാരത്തിന് വിട്ടിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തോടെ എല്ലാ ജീവനക്കാർക്കും ഇത് നിർബന്ധമായി തീർന്നു. സ്വകാര്യ മേഖലയിലെ രജിസ്റ്റർ ചെയ്ത ജീവനക്കാർക്കും നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത വീട്ടുജോലിക്കാർക്കും അത് നടപ്പിലാക്കണമെന്ന കഴിഞ്ഞ മാർച്ചിലെ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി, ആരോഗ്യ, പ്രതിരോധ മന്ത്രാലയം എന്നിവയുടെ പങ്കാളിത്തത്തോടെയും നിരവധി ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിച്ചുമാണ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേറ്റൈസേഷൻ മന്ത്രാലയം ഈ പദ്ധതി നടപ്പിലാക്കുക. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ തൊഴിൽ വിപണിയിലുടനീളമുള്ള എല്ലാ തൊഴിലാളികൾക്കും സമഗ്ര സംരക്ഷണ സംവിധാനം വ്യാപിപ്പിക്കുന്നതിനുള്ള UAEയുടെ പ്രതിബദ്ധതയാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രതിഫലിപ്പിക്കുന്നതെന്ന് മന്ത്രാലയത്തിലെ ലേബർ മാർക്കറ്റ് ആൻഡ് എമിറേറ്റൈസേഷൻ ഓപ്പറേഷൻസ് അണ്ടർ സെക്രട്ടറി അറിയിച്ചു. UAEയിലെ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം രാജ്യത്തിന്റെ തൊഴിൽ വിപണിയുടെ മത്സരക്ഷമതയും ജീവിത നിലവാരം, അവകാശ സംരക്ഷണം, സാമൂഹിക ആരോഗ്യ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന സൂചകങ്ങളിലെ പ്രകടനവും മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കുന്നതിലൂടെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഇത് പ്രയോജനപ്പെടും. അതേസമയം റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്നതിനോ പുതുക്കുന്നതിനോ ഉള്ള വ്യവസ്ഥയായി തൊഴിലുടമകൾ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വാങ്ങേണ്ടതുണ്ട്. എങ്കിലും 2024 ജാനുവരി 1 മുമ്പ് നൽകിയവർക്ക് പെർമിറ്റുള്ള ജീവനക്കാർക്ക് ഇൻഷുറൻസ് വ്യവസ്ഥ ബാധകമാകില്ല. അവർ റെസിഡൻസി പെർമിറ്റുകൾ പുതുക്കുമ്പോൾ ഇൻഷുറൻസ് പോളിസി എടുത്താൽ മതിയാകും. ജാനുവരി 1 മുതൽ തൊഴിലുടമകൾക്ക് ഒന്നെങ്കിൽ പുതിയ ഇൻഷുറൻസ് പാക്കേജ് ദുബൈ കെയർ നെറ്റ്വർക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോൾ വെബ്സൈറ്റും സ്മാർട്ട് ആപ്ലിക്കേഷനും ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ബിസിനസ് സേവന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിവിധ ചാനലുകൾ വഴിയോ അംഗീകൃത ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഇൻഷുറൻസ് പോളിസികളിൽ അംഗമാകാം. ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി 2 വർഷമായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇടയ്ക്ക് വിസ റദ്ദാക്കിയാൽ 2ാം വർഷ പ്രീമിയം തുക തിരികെ ലഭിക്കും. അടിസ്ഥാന ഇൻഷുറൻസ് പാക്കേജിന് പ്രതിവർഷം 320 ദിർഹമാണ് ചെലവ് വരിക. വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികൾക്ക് കാത്തിരിപ്പ് കാലയളവില്ലാതെ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 64 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ അനുവദിക്കുക. ഇതിനു മുകളിൽ പ്രായമുള്ളവർ ഒരു മെഡിക്കൽ വെളിപ്പെടുത്തൽ ഫോം പൂരിപ്പിച്ച് സമീപകാല മെഡിക്കൽ റിപ്പോർട്ടുകൾ അറ്റാച്ച് ചെയ്യണം. 7 ആശുപത്രികളും 46 ക്ലിനിക്കുകളും മെഡിക്കൽ സെന്ററുകളും 45 ഫാർമസികളും ചേർന്നതാണ് ആരോഗ്യ ഇൻഷുറൻസ് ശൃംഖല. തൊഴിലാളിയുടെ കുടുംബത്തിൽ നിന്നുള്ള ആശ്രിതർക്ക് ഇൻഷുറൻസ് പോളിസിയിൽ വ്യക്തമാക്കിയിട്ടുള്ള അതേ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഒമാനിൽ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കിടയിൽ പ്രവാസി തൊഴിലാളികളെ താൽക്കാലികമായി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അനുമതി.
നിബന്ധനകൾക്ക് വിധേയമായി പരമാവധി 6 മാസത്തേക്കാണ് പ്രവാസി ജീവനക്കാരെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുക. റോയൽ ഡിഗ്രി 53/2023 ആർട്ടിക്കിൾ 1 പ്രകാരം പുറപ്പെടുവിച്ച തൊഴിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരുടെ കൈമാറ്റം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് തൊഴിൽ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട 730/2024 നമ്പർ തീരുമാനം പുറപ്പെടുവിച്ചത്. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ താൽക്കാലികമായി നടപ്പിലാക്കുന്ന ഈ തൊഴിലാളി കൈമാറ്റം ചില വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അതിൽ ഏറ്റവും പ്രധാനം സ്വദേശികൾക്കായി മാത്രം നിശ്ചയിക്കപ്പെട്ട അഥവാ ഒമാനൈസ് ചെയ്ത തൊഴിൽ മേഖലയിലേക്ക് പ്രവാസി തൊഴിലാളിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്നതാണ്. തൊഴിലാളിയെ അയാളുടെ വർക്ക് പെർമിറ്റിലുള്ള പ്രൊഫഷന്റെ അതേ വിഭാഗത്തിലുള്ള ഒരു പ്രൊഫഷനിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. കൂടാതെ കൈമാറ്റത്തിന് മുമ്പുള്ള അയാളുടെ പ്രൊഫഷന്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള തൊഴിലിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാവൂ എന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് മാറാനുള്ള തൊഴിലാളിയുടെ സമ്മതമാണ് മറ്റൊരു വ്യവസ്ഥ. തൊഴിലാളിയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ അയാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. തൊഴിലാളി നിർബന്ധമായും 6 മാസത്തിൽ കുറയാതെ അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്ത ശേഷം മാത്രമേ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ പാടുള്ളൂ എന്നും നിയമം അനുശാസിക്കുന്നു. ട്രാൻസ്ഫർ ചെയ്ത തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റ് നില ആക്റ്റീവ് ആയിരിക്കണം. കൂടാതെ വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടുന്നതിന് മുമ്പ് അതിന് 6 മാസത്തിൽ കുറയാത്ത കാലാവധിയും ഉണ്ടായിരിക്കണം. തൊഴിൽ മന്ത്രാലയം 2 സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിയിരിക്കരുത് എന്നതാണ് ട്രാൻസ്ഫറിനുള്ള മറ്റൊരു നിബന്ധന. ഓരോ തൊഴിലാളിക്കും 1 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ കാലയളവ് 6 മാസത്തിൽ കവിയാൻ പാടില്ല. 2 സ്ഥാപനങ്ങൾക്കും മന്ത്രാലയത്തിന് സാമ്പത്തിക ബാധ്യതകളൊന്നും കുടിശ്ശിക ഉണ്ടാവരുത്. കൂടാതെ ഇരു സ്ഥാപനങ്ങളും നിർദ്ദിഷ്ട ഒമാനൈസേഷൻ നിരക്കുകളിൽ പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കുകയും വേണം. ഒരു സ്ഥാപനത്തിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന തൊഴിലാളികളുടെ ശതമാനം ആ സ്ഥാപനത്തിൽ ആകെ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ എണ്ണത്തിന്റെ 50% കൂടരുത്. ഒരു സ്ഥാപനം കൈമാറ്റത്തിലൂടെ സ്വീകരിക്കുന്ന തൊഴിലാളികളുടെ ശതമാനം 50% കൂടരുതെന്നും നിബന്ധനയുണ്ട്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം അതിനായി തയ്യാറാക്കിയ ഫോമിൽ മന്ത്രാലയത്താൽ രജിസ്റ്റർ ചെയ്യണം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.